ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ SBI ക്ലർക്കിൻ്റെ അഡ്മിറ്റ് കാർഡ് ഔട്ടായിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ എക്സാം ഡേറ്റ്സ് എന്നാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ എക്സാം എന്ന് പറയുന്നത് 27th ഫസ്റ്റ് ഷിഫ്റ്റാണ്, 8 AM ഷിഫ്റ്റിനാണ് എൻ്റെ എക്സാം എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങളുടെ എക്സാംസ് ഏതൊക്കെയാണ്? എക്സാം സെൻറ്റേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്നും വരുന്ന സെൻറ്റർ അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയും എക്സാം എവിടെയാണെന്നും അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണെന്നും ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു ഫസ്റ്റ് എക്സാം നടക്കുന്നവർക്ക് മിനിമം ഒരു 8 to 10 days, എനിക്ക് ഒരു 10 days അടുത്തുണ്ട്. അതിന് മുൻപുള്ളവർക്ക് അതിൽ കുറച്ച് ഡേയ്സ് മാത്രമാണ് ഇനി SBI ക്ലർക്കിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ ചെയ്താലാണ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതുപോലെ പേഴ്സൻറ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുന്നത്, മാക്സിമം ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതും ഞാൻ പഠിച്ചത് ഫ്രീ സോഴ്സസ് യൂസ് ചെയ്തും അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡിയുമായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് പോലും എനിക്ക് 18 മാർക്സ് എബവ് കട്ട് ഓഫ് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളതും ലാസ്റ്റ് ഡേയ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നതെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. സോ ഫ്രീ സോഴ്സസ് ഒക്കെ എൻഡിലായിരിക്കും പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മൊത്തം വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ SBI ക്ലർക്ക് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഇത്തവണ വേക്കൻസി കുറച്ച് കുറവാണ്. എന്നാലും ഒരു നല്ല ലെവൽ ഓഫ് വേക്കൻസീസുമായിട്ട് തന്നെയാണ് SBI വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് 3 സബ്ജക്ട്സ് ആണ് ഉള്ളത്: ഇംഗ്ലീഷ്, ക്വാൻസ് ആൻഡ് റീസണിങ്. ഇതിൽ നമ്മൾ എത്രയും നല്ല മാർക്സ്, അതായത് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ മൊത്തമേ മാറ്റി വെക്കണമെന്നല്ല പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഏരിയാസിനെ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണെങ്കിലാണ് എക്സാമിന് അത് നമ്മളെ ബെനിഫിറ്റ് ചെയ്യുകയുള്ളൂ. വീക്ക് ആയിട്ടിരിക്കുന്ന ഏരിയാസിനെ ബൂസ്റ്റ് ചെയ്ത് വരികയും ചെയ്യണം. സ്ട്രോങ് ആയിരിക്കുന്ന ഏരിയാസിനെ കുറേ കൂടി സ്ട്രോങ് ആക്കുകയും ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഇംഗ്ലീഷ്, ക്വാൻസ്, റീസണിങ്, നമുക്ക് ഓരോ ടോപ്പിക്കും പേഴ്സണലായിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാം. എല്ലാവരുടെയും ഒരു വീക്ക് എന്നല്ല, ഒരു മിനിമം ഏരിയയിൽ നിൽക്കുന്നത് ക്വാൻസും അതുപോലെ തന്നെ സ്കോറിംഗ് ആയിട്ട് നിൽക്കുന്നത് റീസണിങ്ങും ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, റീസണിങ്ങിന് കുറേ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. റീസണിങ് എന്ത് ചെയ്യുക, പസിൽസ് ആയിരിക്കും എക്സാമിന് കൂടുതലും വരുന്നത്. സോ പസിൽസ് മാക്സിമം നമ്പറിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പസിലിൽ ഒരു 1 to 2 minute കൊണ്ട് ആ ഒരു പസിൽസ് മാക്സിമം പ്രിലിംസ് ലെവലിലെ പസിൽസ് ഒക്കെ ചെയ്യാൻ പറ്റിയിരിക്കണം. ക്ലറിക്കൽ ലെവലിൽ പ്രിലിംസിൽ ഒരു 1 to 2 minutes എടുക്കാൻ പാടുള്ളൂ. എന്നാലേ ഉള്ളൂ ബാക്കി ക്വസ്റ്റ്യൻസിനൊക്കെ കാണാൻ പറ്റുകയുള്ളൂ. സോ എന്ത് ചെയ്യുക, ആ ഒരു പ്രീ ലെവലിലെ പസിൽസ് നല്ല രീതിയിൽ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് പല ടൈപ്പ് പസിൽസ് ഉണ്ട്. ഡെസിഗ്നേഷൻ വൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ ഉണ്ട്, ദെൻ അങ്ങനെ പലതരത്തിലുള്ള പസിൽസും അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുകളും ഉണ്ട്. അതെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു ഏരിയ വീക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയാൻ്റെ ഒരു 50 to 100 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പസിൽസ് ആണ് നിങ്ങളുടെ വീക്കർ ഏരിയ എന്നുണ്ടെങ്കിൽ, അതായത് പസിലാണ് ടൈം കൺസ്യൂം ആവുന്നത് എങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു സെറ്റ് ഓഫ് പസിൽ, മേ ബി ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ ആണ് നിങ്ങൾക്കിപ്പോൾ വീക്ക് ആയിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പസിലിൻ്റെ തന്നെ ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ സ്പീഡും അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റിയും എല്ലാം ഇമ്പ്രൂവ് ആകും. അഥവാ നിങ്ങൾക്കിത് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒരു ബിഗിനർ ലെവലിൽ നിൽക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ സോഴ്സസ് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ബിഗിനർ ലെവലിൽ നിൽക്കുന്നവർക്ക് അഡ്ഡ ബെസ്റ്റ് ആണ്. സോ അഡ്ഡ ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ സൗരവ് സാറൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പസിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതല്ല, നിങ്ങൾക്ക് പസിൽസ് അതുപോലെ തന്നെ സീറ്റിങ്ങും ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്തുമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു, ഇപ്പോൾ ടൈമർ ഉപയോഗിക്കാതെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ടൈമർ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് വരുന്നൊരു കാര്യമാണ് സിലോജിസം എന്ന് പറയുന്നത്. സിലോജിസവും ചിലപ്പോൾ ആ ഒരു കേസസ് ഒക്കെ അറിയത്തില്ലാത്തവർ കാണും. അവരെന്ത് ചെയ്യുക, ആ ഒരു സിലോജിസത്തിൻ്റെ തന്നെ ഒരു 50 to 100 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചിരുന്ന് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ തെറ്റിപ്പോവും, എന്നാലും ആ ഒരു ശരിയാകും എന്നും, അതായത് എങ്ങനെയാണ് എൻ്റെ തെറ്റിപ്പോയത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ. ദെൻ അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻ ആണെങ്കിലും ഒരു എന്താണ് കൂടുതൽ പേരുടെയും തെറ്റിപ്പോകാനുള്ള ഒരു ഏരിയയാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. റിഗറസ് പ്രാക്ടീസിൽ കൂടെ മാത്രമേ എന്താവുകയുള്ളൂ, സ്കോർ ഇമ്പ്രൂവ് ആകുകയും അതുപോലെ തന്നെ ആക്യുറസി ഇമ്പ്രൂവ് ആകുകയും ചെയ്യുകയുള്ളൂ. സോ എന്ത് ചെയ്യുക, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സെക്ഷണൽ ടെസ്റ്റും ചെയ്യുക. അപ്പോൾ ഡെയിലി ഇപ്പോൾ മോക്ക് എത്ര എണ്ണം ചെയ്യണമെന്ന് ചോദിച്ചാൽ 1 മോക്ക് വെച്ച് ഡെയിലി ചെയ്താൽ മതി. 1 മോക്ക് ഞാൻ 1 മോക്കിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണ്, സെക്ഷണൽസ് ആണ് കൂടുതലും എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗൈഡ്ലി ആണ്. എനിക്ക് ലാസ്റ്റ് ഇയറും അത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ ത്രൂഔട്ട് ഇൻ ഗൈഡ്ലി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതാണോ മോക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതലും സെക്ഷണൽസ് ചെയ്യുക. ഒരു മോക്ക് ഫുള്ള് ചെയ്ത് ബോറടിക്കുന്നതിലും നല്ലത് സെക്ഷണൽസ് ചെയ്ത് അത്രയും ഒരു ഏരിയനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കൂടുതലും സെക്ഷണൽസ് എടുക്കുക, അത് അനലൈസ് ചെയ്യുക. ദെൻ ഇത്രയുമാണ് റീസണിങ്ങിന് പറയാനുള്ളത്. അതുപോലെ തന്നെ റീസണിങ്ങിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന സോഴ്സസ് എന്ന് പറയുന്നത്, ഞാൻ ടെലിഗ്രാമിൽ ധാരാളം PDFs അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പെയ്ഡ് ആയിട്ടുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒത്തിരി PDFs ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗൈഡ്ലിയിൽ നിങ്ങൾക്ക് ഫ്രീ PDFൻ്റെ സെക്ഷൻ കാണാൻ പറ്റും. സോ ഫ്രീ PDFൻ്റെ സെക്ഷനിൽ ഇതുപോലെ നമ്മളുടെ ഓരോ ടോപ്പിക്സ്, ബ്ലഡ് റിലേഷൻ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, സിലോജിസം, ഇങ്ങനെയുള്ള ഓരോ ടോപ്പിക്സിൻ്റെയും PDF അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ പ്രാക്ടീസ് ചെയ്തത് മൊത്തം അങ്ങനെയായിരുന്നു. അതിൽ നിന്നും എന്ത് ചെയ്യുക, അപ്പോൾ സീറ്റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ പസിലാണെങ്കിലും ഒരു 10 to 15 ക്വസ്റ്റ്യൻ്റെ ഒരു സെറ്റ് കാണും. ആ സെറ്റ് ഒറ്റ ഒരു ഇരിപ്പിൽ തന്നെ ഇരുന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് റീസണിങ്ങിൽ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എറേഴ്സ് വരുന്നത് തടയാനും പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് ക്വാൺസിൽ മെയിനായിട്ട് നമുക്കുള്ളത് സ്പീഡ് മാത്സ്, അതുപോലെ തന്നെ DI, ദെൻ അരിത്മെറ്റിക്. ഈ 3 ഏരിയാസ് ആണുള്ളത്. ക്ലറിക്കൽ ലെവൽ ആയതുകൊണ്ട് സ്പീഡ് മാത്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും ക്വാൺസിൽ മാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നവരൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ, അതായത് ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂം ആവുന്നുണ്ട്. അങ്ങനെ ആ 1 മിനിറ്റ് വെച്ചാണെങ്കിലും ഒരു സ്പീഡ് മാത്സിൻ്റെ ക്വസ്റ്റ്യന് 1 മിനിറ്റ് വെച്ച്, ഇപ്പോൾ 15 ക്വസ്റ്റ്യൻ ആണ് സ്പീഡ് മാത്സിലുള്ളെങ്കിൽ ആ 15 മിനിറ്റ് നമുക്ക് അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ഒരു 5-6 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ടൈം അവിടെ സേവ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ്സ് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളത്, സ്ക്വയേഴ്സ്, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതുപോലെ തന്നെ ഫ്രാക്ഷൻ വാല്യൂസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുന്നതിന് മുൻപ് റിവൈസ് ചെയ്യുക. ഞാൻ എൻ്റെ പ്രീ ക്ലിയർ ആവുന്ന ഒരു ടൈം വരെയും ഞാനിങ്ങനെ സ്ക്വയേഴ്സും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും ഫ്രാക്ഷൻ വാല്യൂസും ഡെയിലി പഠിക്കാനിരിക്കുന്നതിന് മുൻപ് റിവൈസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇതുപോലെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സമയങ്ങളിൽ ഇടയ്ക്ക് ഇതുപോലെ എഴുതാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബിഗിനേഴ്സാണ്, അല്ലെങ്കിൽ പ്രീ ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ് ക്വാൺസിൽ സ്പീഡ് മാത്സ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ, റോങ് നമ്പർ, മിസ്സിംഗ് നമ്പർ, അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ. ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു 50 to 100 സെറ്റൊക്കെ ചിലപ്പോൾ എൻ്റെ PDF അവൈലബിൾ ആണ്. എൻ്റെ ടെലിഗ്രാമിൽ PDF അവൈലബിൾ ആണ്. ഓരോ ടീച്ചേഴ്സിൻ്റെ ഒക്കെ 50 to 100 സിംപ്ലിഫിക്കേഷൻ, അതുപോലെ തന്നെ 300+ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി PDFs അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ വർഷം ഇട്ടതും കഴിഞ്ഞ വർഷം ഇട്ടതും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക. PDF വെച്ച് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. സ്പീഡ് മാത്സിലൊക്കെ ഒരു 15 to 20 സെക്കൻഡ്സ് ഒക്കെ ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കാവുള്ളൂ. ക്ലറിക്കൽ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സോ ഒരു 20 സെക്കൻഡ്സിൽ കൂടുതൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. എന്നാലേ ഉള്ളൂ ബാക്കി അരിത്മെറ്റിക്കും DI ഒക്കെ ചെയ്യാൻ നമുക്ക് ടൈം കിട്ടുകയുള്ളൂ. സോ എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കൂടി നിങ്ങളുടെ ടൈം കുറച്ചുകൂടി കിട്ടുന്നതായിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ടാണ് DI. ഈ DI ആണെങ്കിൽ പോലും നമ്മൾക്ക് DI ഡീകോഡ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു വാല്യൂസ് ഒക്കെ എഴുതാനാണെങ്കിൽ പോലും ഈ ബേസിക് കാൽക്കുലേഷൻസ് ആണ് ആവശ്യം. സോ നിങ്ങളുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇമ്പ്രൂവ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ DI ആണെങ്കിലും പെട്ടെന്നൊരു 2 to 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ ആ ഒരു DIസും ചെയ്ത് എടുക്കേണ്ടതുണ്ട്. മിനിമം ഐ തിങ്ക് ഒരു 2 DIs എങ്കിലും വരും. അതുപോലെ തന്നെ കേസ്ലെറ്റ് വരാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ DIയും സ്പീഡ് മാത്സും ഒരുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഉള്ളതാണ് അരിത്മെറ്റിക്. നമ്മൾക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ടുള്ള
റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദെൻ അങ്ങനെയുള്ള ആവറേജസ്, ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. ടൈം, സ്പീഡ്, ബോട്ട് ആൻഡ് സ്ട്രീം, ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വന്നിരിക്കും. സോ എന്ത് ചെയ്യുക, ഈ ഏരിയാസിലെ ക്വസ്റ്റ്യൻസ്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പക്ഷേ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഈ ഏരിയാസൊക്കെ എന്ത് ചെയ്യുക, തറവായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശിഷ് സാറിൻ്റെ ചെക്ക് ലിസ്റ്റ് അവൈലബിൾ ആണ്. ആശിഷ് സാറിൻ്റെ ചെക്ക് ലിസ്റ്റ് സ്റ്റഡിഫൈഡ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ധാരാളം PDF 500+ PDF അവിടെ അവൈലബിൾ ആണ്. ഞാൻ ഡെയിലി ബേസിസിൽ അത് ചെയ്യുമായിരുന്നു. 20 സിംപ്ലിഫിക്കേഷൻ, 20 അരിത്തമെറ്റിക്, 20 റോങ് നമ്പർ, 20 മിസ്സിംഗ്, 20 അപ്രോക്സിമേഷൻ, അങ്ങനെ ഒരു 20 സീരീസ് ആണത്. നിങ്ങളത് ഡെയിലി ചെയ്തുവാണെങ്കിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ എക്സാമിൻ്റെ ടൈം ആണെങ്കിൽ പോലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സെക്ഷനൽസ് ചെയ്യുക. സെക്ഷനൽസ് ചെയ്യുന്നതും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ക്വാൺസിന് അത്യാവശ്യം ഒരു സ്കോറ് എന്താണ് സെക്യൂർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവർക്കും നെഗറ്റീവ്സ് വരുത്തുന്ന ഒരു ഏരിയയാണ് ഇംഗ്ലീഷ്. ഈ റീസണിങ്ങിനും ക്വാൺസിനും മേടിക്കുന്ന മാർക്ക് ഇപ്പോൾ ഇംഗ്ലീഷിനായിരിക്കും പോകുന്നത്. സോ ഇംഗ്ലീഷിന് ആ ഒരു മാർക്സ് പോവാതിരിക്കാൻ വേണ്ടി മെയിനായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. എത്രമാത്രം റീഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ആ കോംപ്രഹെൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇൻക്രീസ് ആവുകയും അത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. ആ കാര്യങ്ങൾ മനസ്സിലാവുമ്പോഴാണ് ഈ ഒരു പാരഗ്രാഫ്, RC പോലുള്ള പാരഗ്രാഫ് തരുമ്പോൾ അതിൽ നിന്ന് ആൻസേഴ്സ് ഡീകോഡ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ പാരാജമ്പിൾസ് ഒക്കെ തരുമ്പോൾ അത് മനസ്സിലാക്കാനും, അതുപോലെ എറർ ക്വസ്റ്റ്യൻസ് പോലും ചെയ്യാൻ ഈ ഒരു റീഡിംഗ് കൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക, എഡിറ്റോറിയലും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസും ഒക്കെ മസ്റ്റായിട്ട് റീഡ് ചെയ്യുക. ഞാൻ എഡിറ്റോറിയൽസ് ചെയ്യുന്നത് അഫയേഴ്സ് ക്ലൗഡിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചെയ്യാം. അതല്ലാതെ അവിടെ ക്വിസസ് ഒക്കെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ടാണ് ഞാനൊരു ആഡ് ഓൺ കോഴ്സ് ആയിട്ട് എനിക്ക് കിട്ടിയതായിരുന്നു കറണ്ട് അഫയേഴ്സ് പർച്ചേസ് ചെയ്തപ്പോൾ. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിലും ചെയ്യാം. അതല്ലാതെ എഡിറ്റോറിയൽ PDF ഒക്കെ അവൈലബിൾ ആണ്. അതാണെങ്കിലും ചെയ്താൽ മതി. എങ്ങനെയാണെങ്കിലും എഡിറ്റോറിയൽസ് ഡെയിലി ടൈം ടേബിളിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വേർഡ്സ് ബൈ ഹാർട്ട് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ആ ഒരു വേർഡ്സിൻ്റെ മീനിങ്സ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയെങ്കിലും വെക്കാൻ ശ്രമിക്കുക. ദെൻ ഗ്രാമർ റൂൾസ് ഒക്കെ ഈ ഒരു ടൈമിൽ അത് നടപടിയുള്ള കാര്യമല്ല. എന്നാലും എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് കൂടുതലും ചെയ്യുക. എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നിമിഷ മാമിൻ്റെ ക്ലാസ്സസിലാണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നിമിഷ മാമിൻ്റെ ക്ലാസ്സസിൽ നിന്നൊക്കെ എറർ ഡിറ്റക്ഷൻ ക്ലാസ്സസ് കാണുന്നതൊക്കെ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ക്വാൺസിനും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ റീസണിങ്ങിനും പറയാനുള്ളത്. ദെൻ ഇംഗ്ലീഷിലും എന്ത് ചെയ്യുക, സെക്ഷനൽസും ചെയ്യുക. സെക്ഷനൽസ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷിൽ മാർക്സ് കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി ബേസിസിൽ ഫോളോ ചെയ്ത് വരിക. ഇപ്പോൾ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ക്വാൺസും ഇംഗ്ലീഷും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇംഗ്ലീഷ് റീസണിങ്ങും ചെയ്യുക. ഇപ്പോൾ ക്വാൺസും റീസണിങ്ങും ഒരുമിച്ച് ചെയ്യാൻ ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം ആണെങ്കിലും ചൂസ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ എൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരാളമായിട്ട് ആ ഒരു സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നതും അതുപോലെ തന്നെ ആക്യുറസിയിൽ ചേഞ്ച് ഉണ്ടാകുന്നതായിട്ടും ഒക്കെ മനസ്സിലാവുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ പേഴ്സൻറ്റേജ് അല്ല, പേഴ്സൻറ്റൈൽ വേണം കണക്കാക്കാൻ. പേഴ്സൻറ്റേജിനേക്കാൾ കൂടുതൽ പേഴ്സൻറ്റൈലിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്പർ ഓഫ് മോക്സ് ഒത്തിരി കൂട്ടുകയൊന്നും വേണ്ട. 1 to 2 മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് ഔട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം എപ്പോഴാണോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആ ടൈമിലൊരു മോക്ക് ചെയ്യുന്നത് എനർജി ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.